കഥയും എഴുത്തുകാരിയും ഗ്രാമവും. വിശ്വസാഹിത്യത്തിലേക്ക് മലയാളത്തിന്റെ സംഭാവനയായ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഈ കഥയ്ക്ക് പശ്ചാത്തലമായ അയ്മനം എന്ന ഗ്രാമവും അയ്മനത്തെ വീടും മീനച്ചിലാറും പരിചയപ്പെടുത്തുന്ന പ്രതീഷ് സഹ്യപുത്രൻ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പ്രതീഷ് സഹ്യപുത്രൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അരുന്ധതി റോയ് എഴുതിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ അയ്മനം വീടും മീനച്ചിലാറുമാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കൃതി ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലാണ്. കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിൽ പ്രിയ AS വർഷങ്ങൾക്ക് ശേഷം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. സമകാലീന മലയാള സാഹിത്യത്തിൽ അതുവരെ കൈവയ്ക്കാത്ത മേഖലയിലൂടെ ഈ കഥ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളെ അതിഭാവുകത്വം തലങ്ങളില്ലാതെ അനുവാചകരുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചു എന്നതാണ് കഥാകാരിയുടെ വിജയം. ഈ നോവലിൽ ഒരു കഥാപാത്രം തന്നെയാണ് മീനച്ചിലാർ. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലെ അംഗമായ അമ്മുവും വെളുത്തയും തമ്മിലുള്ള സ്നേഹബന്ധം അതുകൂടിയുണ്ട് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കഥയ്ക്ക്. അമ്മുവും എസ്തയും റാഹേലും താമസിച്ച വീട്, അമ്മുവിൻ്റെയും വെളുത്തയുടെയും സോഫി മോളുടെയും ഓർമ്മകൾ നിറഞ്ഞ അയ്മനം വീട്. 1997 ബുക്കർ പ്രൈസ് ലഭിച്ചതോടെ നോവലിനും നോവലിസ്റ്റിനും ഈ വീടിനും കൈവന്നത്ര പ്രശസ്തി കേരളത്തിൽ മറ്റൊരു പുസ്തകത്തിനും ലഭിച്ചിട്ടില്ല. കോട്ടയത്തിന് തൊട്ടടുത്ത് അയ്മനം എന്ന ചെറിയ ഗ്രാമത്തിൻ്റെയും അതിലൂടെ ഒഴുകുന്ന പുഴയുടെയും അവിടുത്തെ എസ്ത, റാഹേൽ, അമ്മു, വെളുത്ത, ബേബി കൊച്ചമ്മ, സോഫി മോൾ എന്നിങ്ങനെ കുട്ടികളുടെയും വീട്ടമ്മമാരുടെയും അധകൃതരുടെയും ഒക്കെ കഥയാണ് കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന് പറയാം. ആരാരും ശ്രദ്ധിക്കാതെ എവിടെയെല്ലാമോ നടന്നുകൊണ്ടിരിക്കുന്ന ലളിത ജീവിതങ്ങളുടെ കഥകൾ. ലളിതവും അതിവിശദവുമായ കുഞ്ഞു കുഞ്ഞു ആഖ്യാനങ്ങളും വർണ്ണനകളുമാണ് ഈ നോവലിനെ വേറിട്ട വായനാനുഭവമാക്കി മാറ്റുന്നത്. നിറങ്ങളുടെയും മണങ്ങളുടെയും ശരീരത്തിൻ്റെയും വികാരങ്ങളുടെയും മഹത്തായ ഒരു വായനാനുഭൂതി. അതിൽ മൂകസാക്ഷിയായി അയ്മനത്തെ ഈ വീടും. പ്രകൃതിയും പുഴയും മരങ്ങളും ഇവിടെ കഥാപാത്രങ്ങൾ തന്നെയാണ്. കൂടുതൽ ഇരുണ്ട ഇലകളും വെളുത്ത ചോരയൊഴുകുന്ന മുറിപ്പാടുകൾ പേറുന്ന റബ്ബർ മരങ്ങളും അയ്മനം പുഴയിലെ മീനുകളും നീല നിറമുള്ള ആകാശവും പുൽപ്പടർപ്പുകളും എല്ലാം നിറഞ്ഞ പ്രിയപ്പെട്ട അയ്മനം വീട്. 1969 മുതൽ 93 വരെയുള്ള കാര്യങ്ങളാണ് ഈ നോവൽ പ്രതിപാദിക്കുന്നത്. ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ അമ്മുവിൻ്റെ മക്കളായ റാഹേൽ, എസ്തപ്പായോക്കോ എന്ന എസ്ത, പിന്നെ വെളുത്ത എന്ന യുവാവ്. ഒരുപോലെ ഒഴുകുന്ന ഇവരുടെ സങ്കടങ്ങളുടെ കഥയാണിത്. ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായ അമ്മുവും വെളുത്തയും തമ്മിലുള്ള സ്നേഹബന്ധം മനസ്സിലാക്കിയ അവരുടെ ബന്ധുക്കൾ വെളുത്തയെ ഒരു കള്ളക്കേസിൽ കൊടുക്കുകയും തുടർന്നുള്ള പോലീസ് മർദ്ദനത്തിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എസ്തയ്ക്കും റാഹേലിനും പ്രിയപ്പെട്ടവനായിരുന്നു വെളുത്ത. എന്നാൽ അവർക്ക് ആ മരണത്തിന് കൂട്ടുനിൽക്കേണ്ടിയും വന്നു. തുടർന്ന് വഴി പിരിയുകയാണ് ആ ഇരട്ട സഹോദരന്മാർ. മീനച്ചിലാറിനോടും അയ്മനത്തെ അയ്മനം വീടിനോടും വിട പറയുന്ന എസ്ത. ബോണൻ ജോൺ ഐപ്പിൻ്റെയും ശോശാമയുടെയും മകളായ അമ്മുവിൻ്റെ മക്കളായ റാഹേലും എസ്തയും അവർക്കൊപ്പം ജീവിച്ചിരുന്ന വീട്. നഷ്ടബോധത്തോടെ തടവറയിൽ ജീവിച്ചിരുന്ന വേറെയും കഥാപാത്രങ്ങൾ അയ്മനം വീട്ടിൽ ഉണ്ടായിരുന്നു. മാർഗരറ്റ് കൊച്ചമ്മയും മകൾ സോഫി മോളും അവരുടെ ഓർമ്മകളുമായി ജീവിച്ചിരുന്ന ചാക്കോ എന്ന അമ്മുവിൻ്റെ സഹോദരനും. ജീവിതകാലം മുഴുവൻ ഫാദർ കള്ളിങ്ങിന് വേണ്ടി കാത്തിരുന്ന നവോമി ഐപ്പ് എന്ന ബേബി കൊച്ചമ്മയും. ഈ നോവലിലെ നിർണായകമായ ഒട്ടേറെ വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് മീനച്ചിലാർ.
കഥയുടെ ആരംഭത്തിൽ ആഴവും പരപ്പുമുള്ള ഒരു പുഴയായി പ്രത്യക്ഷപ്പെടുന്ന മീനച്ചിലാറ് കഥാന്ത്യത്തിൽ ശുഷ്കമായ ഒരു പുഴയായി വിവരിക്കുന്നുണ്ട് കഥാകാരി. എസ്തയുടെയും റാഹേലിൻ്റെയും ഇളം മനസ്സുകൾക്കേറ്റ ആദ്യ ആഘാതം സോഫി മോളുടെ മരണമാണ്. സോഫി മോളുടെ മരണത്തിലെ ദുരൂഹതയുടെ ഉത്തരം മീനച്ചിലാറിലാണ്. വള്ളം മറിഞ്ഞ് പുഴയുടെ ആഴങ്ങളിൽ അലിഞ്ഞുപോയ സോഫി മോൾ. പുഴയുടെ മറുവശത്തായാണ് വെളുത്തയുടെ വീട്. പുഴയെ ഏറെ സ്നേഹിച്ച് രാത്രിയുടെ ഏകാന്തതകളിൽ പുഴയിൽ നീന്തി നടന്ന വെളുത്ത. അവനോടുള്ള സ്നേഹം പങ്കുവയ്ക്കാനായി എത്തുന്ന അമ്മു. അവനായി അവൾ കാത്തിരുന്നത് മീനച്ചിലാറിൻ്റെ തീരത്ത് തന്നെയാണ്. പല രാത്രികളിലും പുഴയിലേക്കുള്ള വഴിയിൽ അമ്മു നടന്നു തുടങ്ങിയത് വെളുത്തയെ കാണാൻ വേണ്ടിയായിരുന്നു. അവളുടെ കുട്ടികളെപ്പോലെ തന്നെ കണ്ണടച്ചാൽ പോലും മീനച്ചിലാറിൻ്റെ അടുത്തെത്താൻ അവൾക്ക് പറ്റുമായിരുന്നു. ചില രാത്രികളിൽ ശ്വാസം നിലച്ചതുപോലെ അമ്മുവിന് തോന്നിയത് വെളുത്തയുടെ സാന്നിധ്യത്തിനു വേണ്ടിയായിരുന്നു. പുഴയുടെ മധ്യത്തിൽ നിന്ന് നീന്തി അമ്മുവിൻ്റെ അടുത്തെത്തുന്ന വെളുത്ത. ഇരുൾ പരന്ന പുഴയുടെ അടുത്ത് വെച്ച് അവരുടെ ലോകം, അവൻ്റെ ലോകം, അവളുടേതും. അനാചാരത്തിൻ്റെയും അസമത്വത്തിൻ്റെയും അതിർവരമ്പുകൾ കണ്ട മീനച്ചിലാറ് അനിവാര്യമായ ദുരന്തത്തിനും സാക്ഷിയാകുന്നു. ഓരോ ദിവസവും പിരിയുമ്പോഴും ഒരു ചെറിയ ഉറപ്പ് മാത്രം അവർ അന്യോന്യം നൽകിയിരുന്നു. നാളെ, നാളെയും. ഒരു ദിവസം കൊണ്ട് എല്ലാം മാറിമറിയുമെന്നും അവർക്കറിയാമായിരുന്നു. 24 വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും കണ്ടുമുട്ടി, എസ്തയും റാഹേലും. മുറിവേറ്റ മനസ്സുമായി അതിലേറെ ചില ഓർമ്മകളും. അമ്മുവിൻ്റെ, വെളുത്തയുടെ, സോഫി മോളുടെ. ഇവരുടെ സങ്കടങ്ങളുമായി മീനച്ചിലാർ ഒഴുകിപ്പോയത് വിശ്വസാഹിത്യത്തിലെ നക്ഷത്രക്കൂട്ടുകളിലേക്കായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്ന് നിങ്ങളുടെ സ്വന്തം സഹ്യപുത്രൻ. Friends, Pratheesh Sahya Putran is also showing on the YouTube channel today. Aymanam Veedu and Meenachillar are the backdrop for the novel God of Small Things written by Arundhati Roy. Meenachillar, God of Small Things, one of the most famous works in Malayalam, was first written in English, and years later it was translated into Malayalam. Translated by Priya AS under the title Kunju Karingaludod Thampuran. Arundhati Roy's God of Small Things is the author's success in presenting small topics without overly emotional levels as the story travels through a never-before-seen realm in contemporary Malayalam literature. Meenachillar is a character in this novel, a river that has attracted world attention to world literature beyond just being a mere story. For the story of Small Things, the house where Ammu, Estha and Raphael lived, the Aymanam house where Estha and Raphael met 24 years later, full of memories of Ammu, Belutha and Sophie Mol. Aymanam House won the Booker Prize in 1997 for this novel, for the novelist, and for this house. No other book has gained fame in Kerala. The story of Aymanam, a small village near Kottayam, and the river that flows through it, tells the story of Estha, Rachel, Ammu, Belutha, baby Kochama, Sophie Mol, children, housewives and the poor. Stories of simple lives going on everywhere without anyone noticing. Simple and very detailed child narratives and descriptions make this novel a unique reading experience. Childish descriptions of colors, smells, body and emotions make the novel a great reading experience. This house is also a silent witness in it. Nature, river and trees are the characters here. More dark leaves, white-blooded wounds, rubber trees, fish in the Aymanam River, blue skies and grasslands. Ammu, the central character in the novel, tells the story of her beloved Aymanam Veedu from 1969 to 1993. Ammu's sons, Raphael and Estha, and the young man of Belutha. This is the story of their sorrows flowing like. Ammu, a member of an Orthodox Christian family, finds out about their love affair with Belutha, and their relatives are caught in a false case and he is killed in the ensuing police brutality.
White was a favorite of Estha and Raphael, but they had to coexist with that death. The twin brothers then part ways, saying goodbye to Meenachillar Ammu, daughter of Bonan John Apu and Shoshama. The house where Ammu's sons Raphael and Estha lived with them. There were other characters in this Ayman house who lived in prison with a sense of loss. Margaret's cousin, daughter Sophie Mol, Ammo's brother Chaco who lives with their memories, and Naomi Ip, a baby who has been waiting for father culling all his life. Meenachillar witnesses many decisive twists and turns in the novel. To the young minds of Esther and Rachel, the first shock is the death of Sophie Mol. The mysterious answer to the death of Sophie Mol is in Meenachillar. The boat capsized and Sophie Mol melted in the depths of the river. Velutha's house is on the other side of the river. Velutha who loved the river very much. Velutha who swam in the river in the loneliness of the night. Ammu who came to share his love for her is waiting for him. On the shores of Meenachillar, many nights Ammu started walking on the way to the river. To see the Velutha it was for. Like her children, she could have reached Meenachillar even if she had closed her eyes. Some nights Ammu felt as if she had stopped breathing for the presence of the white man. The Velutha, man who swam from the middle of the river to the white man. Their world near the dark flat river. His and the world's his world and his world. The boundaries of immorality and inequality. Witnessing the inescapable tragedy every day, as they parted, they gave each other only a small reassurance. Tomorrow, and tomorrow. They knew that everything would change in a day. They met again 24 years later in Estha. Raphael. Some more memories with a wounded mind. Ammu's. Velutha's. Sophie Mol's. To the stars of the faithful. If you are watching this channel for the first time, please subscribe and let us know your valuable suggestions and comments. Don't forget to like.